പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചടച്ച വേര് കൂടുതൽ വേര് നിലവേര് ചെയ്യാൻ നിൽക്കുന്നതാണ് ആൺമരം. അപ്പോൾ ഇത് നമ്മൾ പറിച്ച് നോക്കിയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം കുഴിച്ചിടാം. കാരണം ഇത് കുഴിച്ചിട്ട് കാര്യമില്ല, ഇത് വെറുതെ ആൺപൂവിട്ട് മരം നാശമായി പോവുള്ളൂ. അപ്പം അത് കുഴിച്ചിടുന്നതിന് പകരം നമ്മൾ പറിച്ചിട്ട് നോക്കിയതിന് ശേഷം ഇതാണ് സാധാരണ കായ്ക്കുന്ന പെൺമരം. നിലവേര് പോകുന്നുണ്ട്. ഈ നിലവേര് പോകുന്നതാണ് പെൺമരം. ഇത് സയൻറ്റിഫിക്സായിട്ട് തെളിയിച്ചൊന്നുമല്ല. ഇതിൻ്റെ കൃഷിക്കാർ മലേഷ്യയിൽ അവരുള്ളത് സാധാരണ ചെയ്യുന്നതാണ്. അവർ കണ്ടെത്തിയതാണ്. ഇത് നമുക്ക് ചതുപ്പ് നിലയത്തുള്ളിലോട്ടൊക്കെ വെക്കാം, വെള്ളം വന്ന്. കാരണം കുരുമുളക് 2 ദിവസം ആയെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഇത് ആദ്യം അതിൻ്റെ വേരുപടലം കണ്ടെങ്കിൽ ഇത്ര സ്ട്രോങ്ങാണ്. അപ്പോൾ ഒരു 2, 3, 4 മാസം വെള്ളം നിന്നാലും ഇത് ചീഞ്ഞു പോകില്ല. അപ്പോൾ ചീഞ്ഞു പോകാത്തപ്പോൾ ഇത് കുരുമുളക് മാത്രമേ പിടിപ്പിക്കാറ്റുള്ളൂ. കുരുമുളക് തന്നെ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. കുരുമുളക് ഞാൻ പറയാം എത്ര മീറ്റർ വെള്ളം തരുന്ന വെച്ചാൽ അത് മീറ്റർ എത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ പിടിപ്പിക്കാം. ഇവിടെ നാട്ടിൽ പിന്നെ കുരുമുളക് നോക്കിക്കോളും. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ വേരിൻ്റെ പടലാണ് മെയിൻ പ്രത്യേകത. കണ്ടോ, ഏത് ചതുപ്പ് നിലയത്തിലും നിന്നോളും. ഇതിൻ്റെ വേരാണ്, നല്ല സ്ട്രോങ് ഉള്ള വേരാണ്. അതുകൊണ്ടാണ് ഇത് മറ്റേ പിടിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പറഞ്ഞാൽ 40 നദികൾ പോകുന്നുണ്ട്. ഈ 40 നദികളിൽ നമ്മളെ മരവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ആ തീരദേശത്താണുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് പിടിപ്പിച്ചാൽ കേരളം ലോകത്ത് തന്നെ കുരുമുളക് ഇത്ര ഉൽപ്പാദിക്കുന്ന രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യയിൽ കേരളമായിരിക്കും. ഇത് സീഡ്ലെസ് നാരങ്ങയാണ്, കുരുചാത്ത നാരങ്ങ. ഇത് നല്ല മഞ്ഞ കളറാവും. ഇത് പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കടലാസ് പോയിട്ട് മഞ്ഞ കളറാവും. ഇതിൻ്റെ എയർ ലെയറിങ് ചെയ്തതാണ്. ഇത് തയ്യ ഉണ്ടാക്കിയതാണ്. ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരം നമുക്ക് ഇങ്ങനത്തെ കപ്പ് കിട്ടും. ഈ കപ്പിൽ നമ്മൾ കോട്ടൺ മിശ്രിതം നിറച്ചിട്ട് ഇതേമാതിരി വെച്ചാൽ 1 മാസം കൊണ്ട് നമുക്ക് വേര് വരും. 1 മാസം മതി. എല്ലാവരും മുറിച്ച് കളി. പിന്നെ ആണ് പൂവിട്ട് കിട്ടോ. തേങ്ങ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന തേങ്ങ ഇതേമാതിരിയാണ് ഉണ്ടാകുക. അതില്ലാതെ അതൊരു പടി വന്നിട്ട് അമ്മിലാണ്. ഇതിൻ്റെ മുച്ചിങ്ങ നമുക്ക് വീണ് പോകും. ഇതിൻ്റെ മുച്ചിങ്ങ ആകുമ്പോൾ തന്നെ ഉണ്ട്. എത്ര മുച്ചിങ്ങ ഉണ്ടായിക്കണം നോക്കി നിങ്ങൾ. അങ്ങനെ തന്നെ ഉണ്ടാവും. ആ ഒരു തേങ്ങ 600 ഗ്രാമിൻ്റെ മുകളിലുണ്ട് ഓരോ തേങ്ങകളും. ചേരി വളരെ കട്ടി കമ്മിയാണ്. ചേരിൻ്റെ കട്ടി വളരെ കമ്മിയാണ്. കായ ഉണ്ടാവും. 20 ഇതിപ്പോൾ വേനൽക്കാലത്തൊരു സീസണാണ്. ഇത് പിന്നെ തേങ്ങ വെക്കുന്നത് ഒരു പാറപ്പുറത്ത് അഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതേ സമയത്ത് തീരപ്രദേശത്താണെങ്കിൽ ഇതിൽ ഉഷാറുണ്ടാവും. സ്വീറ്റ്നെസ് കോക്കനട്ട് കരിക്ക് ഉപയോഗിക്കാം. വെള്ളം ഉണ്ടല്ലോ ഇതിൽ. വെള്ളം ഉണ്ടല്ലോ തുടങ്ങിയ തേങ്ങ. ഇത് ആൺചക്കയും പെൺചക്ക അറിയാനോ? അത് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ എല്ലായിടത്തും പിലാവിലാണ്. പിലാവില്ലാത്ത വീടുകളില്ല. ആ വീടില്ലാത്തടത്ത് ഇത് ആൺപൂവാണ്. ഈ ആൺപൂവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന് മിനിസായിരിക്കും. പെൺപൂവ് ഇതേമാതിരിക്കാൻ ഇതിന് മുകളിൽ ഒരു തൊപ്പുണ്ടാവും. അപ്പം ഇതിൻ്റെ പരാഗണം നടന്നു കഴിഞ്ഞാൽ ഈ ആൺപൂവ് ചത്തുപോവുക സാധാരണ ചെയ്യുന്നത്. അത് രണ്ടും കൂടി അറിയാൻ വേണ്ടി കുറഞ്ഞതാണ്. ഇത് ആൺപൂവ്, ഇത് പെൺപൂവ്. എപ്പോഴും ഇത് ആദ്യം അടിയിൽ വിരിയൽ പെൺപൂവാണ്. എന്നിട്ട് മോൺപൂവ് വിരിയുമ്പോഴാണ് ഇത് നമുക്ക് പരാഗണം വിടുക. അപ്പം അല്ല അത് തേഞ്ഞിപ്പലം കിട്ടുമല്ല. ഞാൻ അവിടെ ക്ലാസ് എടുക്കട്ടെ. പോയി അവിടെ പോയി